ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. എഗ് ക്വാളിറ്റി നല്ലതല്ല, എംബ്രിയോ ക്വാളിറ്റി നല്ലതല്ല എന്നൊക്കെ നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. IVF ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം 100% ഇതിനു വേണ്ടിയിട്ട് തന്നെ എല്ലാ കാര്യവും ചെയ്ത് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ എംബ്രിയോസ് നല്ല ക്വാളിറ്റിയിൽ ആവണം, അതുപോലെ നമ്മുടെ റിസൾട്ടും പോസിറ്റീവ് ആവണം എന്ന് തന്നെയാണ്. പക്ഷേ ഡോക്ടേഴ്സ് നമ്മുടെ എംബ്രിയോസിന്റെ ക്വാളിറ്റി നല്ലതല്ല എന്ന്, ഗ്രേഡ് സിയുടെ എംബ്രിയോസ് ആണ്, അല്ലെങ്കിൽ ഗ്രേഡ് 3യുടെ എംബ്രിയോസ് ആണ്, അല്ലെങ്കിൽ പുവർ ക്വാളിറ്റി എംബ്രിയോസ് ആണ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരുപാട് നിരാശപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് പുവർ ക്വാളിറ്റി എംബ്രിയോസ് ആയത്? എന്താണ് നമ്മൾ ചെയ്യേണ്ടിയിരുന്നത്? പുവർ ക്വാളിറ്റി എംബ്രിയോസ് ആകാതിരിക്കാനായിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനിയും അങ്ങനെ ഉണ്ടായതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ IVF ചെയ്യുമ്പോൾ പുവർ എംബ്രിയോ ക്വാളിറ്റി ആകുന്നതിന്റെ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യുന്നതായിരിക്കും. എത്ര തരത്തിലുള്ള പുവർ എഗ് ക്വാളിറ്റിയും പുവർ എംബ്രിയോ ക്വാളിറ്റിയും ഉണ്ടെന്നും അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നും പുവർ എംബ്രിയോ ക്വാളിറ്റി പ്രിവെന്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും, ഇനിയും പുവർ എംബ്രിയോ അല്ലെങ്കിൽ എഗ് ക്വാളിറ്റി ആയാൽ അപ്പോൾ നെക്സ്റ്റ് ടൈം ഇങ്ങനെ ആകാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആകും. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എംബ്രിയോ ഒരു ഡൈനാമിക് സ്ട്രക്ചർ ആണെന്നുള്ള കാര്യം തന്നെയാണ്. ഇതൊരു പ്രാവശ്യം നോക്കി ക്വാളിറ്റി അസസ് ചെയ്യുമ്പോൾ എപ്പോഴും അത് അക്യുറേറ്റ് ആയിരിക്കില്ല. കാരണം എംബ്രിയോയിൽ എല്ലാ സെൽ ഡിവിഷന് ശേഷവും സൈറ്റോപ്ലാസ്മിക് ഫ്രാഗ്മെന്റ്സ് ഉണ്ടാകും. അപ്പോൾ ഗ്രേഡ് A ആയിട്ട് കാണപ്പെട്ട എംബ്രിയോ സെൽ ഡിവിഷന് ശേഷം ഗ്രേഡ് B ആയോ അല്ലെങ്കിൽ ഗ്രേഡ് C ആയോ കാണപ്പെട്ടേക്കാം. അതുപോലെ തന്നെ നല്ല എംബ്രിയോ ആയി കാണപ്പെട്ട എംബ്രിയോയും ചിലപ്പോൾ ക്രോമോസോമൽ അബ്നോർമാലിറ്റി ഉള്ളതായിരിക്കും, അൺഎംപ്ലോയിഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് നല്ല എംബ്രിയോ ആയി കാണപ്പെട്ടെങ്കിൽ പോലും അത് ഇംപ്ലാന്റ് ആകില്ല, അല്ലെങ്കിൽ അത് മിസ്കാരേജ് ആയി പോകാനും ചാൻസ് ഉണ്ട്. അതായത് കണ്ടു മനസ്സിലാക്കുന്ന എംബ്രിയോ ക്വാളിറ്റി 100% അക്യുറേറ്റ് ആയിരിക്കില്ല. അതിനും ലിമിറ്റേഷൻസ് ഉണ്ട്. ആ എംബ്രിയോയുടെ ഇംപ്ലാന്റേഷൻ കപ്പാസിറ്റിയെ എംബ്രിയോ ക്വാളിറ്റി ഒരു 30 to 40% മാത്രമാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതും വളരെ അത്യാവശ്യമാണ്. നമുക്ക് മനസ്സിലുള്ള ചിന്ത ആയിരിക്കുമല്ലോ, എംബ്രിയോ ക്വാളിറ്റി പുവർ ആണെങ്കിൽ ഇനിയും മുന്നോട്ട് IVF ചെയ്തിട്ട് കാര്യമില്ല, എന്തായാലും IVF ഫെയിൽ ആകും, അല്ലെങ്കിൽ ജനിക്കുന്ന കുഞ്ഞ് അബ്നോർമൽ ആയിരിക്കും, അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാകും എന്നൊക്കെ. അങ്ങനെ സംഭവിക്കും എന്ന് ഒരിക്കലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. എംബ്രിയോ ക്വാളിറ്റിക്ക് പ്രഗ്നൻസി റേറ്റുമായിട്ട് 30 to 40% റോൾ മാത്രമേ ഉള്ളൂ. ഇനിയും പുവർ എംബ്രിയോ ക്വാളിറ്റി ആണെങ്കിൽ അതിന്റെ മെയിൻ റീസൺസ് എന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. പുവർ എംബ്രിയോ ക്വാളിറ്റി മെയിൻലി 2 ടൈപ്സിലെയാണ് ഉള്ളത്. അതായത് 1 ടൈപ്പ്, ഒരു തവണ IVF ചെയ്തപ്പോൾ എംബ്രിയോസ് നല്ല ക്വാളിറ്റിയിൽ ഫോം ആയില്ല. നെക്സ്റ്റ് ആണ് റെക്കറൻറ്റ്, അതായത് ഒന്നിൽ കൂടുതൽ തവണ സ്റ്റിമുലേഷൻ ചെയ്തിട്ടും എല്ലാ തവണയും എംബ്രിയോ ക്വാളിറ്റി പുവർ ആയിട്ടാണ് ഫോം ആകുന്നത്. രണ്ടിൻ്റെയും കാരണങ്ങൾ ഡിഫറെൻറ്റ് തന്നെയാണ്. 4 റീസൺസ് ആണ് മെയിൻലി പുവർ എംബ്രിയോ ക്വാളിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങൾ. ആദ്യത്തേതും മെയിൻ ആയിട്ടുമുള്ള റീസൺ ആണ് പേഷ്യൻ്റ് ഫാക്ടേഴ്സ്. IVFന്റെ മുഴുവൻ പ്രോസസ്സിൽ എഗ്ഗും സ്പേമും മിക്സ് ആകുവാണ് ചെയ്യുന്നത്. എഗ്ഗിന്റെ ക്വാളിറ്റിയും സ്പേമിന്റെ ക്വാളിറ്റിയും ഡിപ്പെൻഡ് ചെയ്തായിരിക്കും എംബ്രിയോയുടെ ക്വാളിറ്റിയും. പേഷ്യൻ്റ് ഫാക്ടേഴ്സിൽ ഫീമെയിൽസിന്റെ കാര്യത്തിൽ ഏജ് ഒരു മെയിൻ ഫാക്ടർ ആണ്. ഏജ് കൂടുന്തോറും എംബ്രിയോയിന്റെയും എഗ്ഗിന്റെയും ഒക്കെ ക്വാളിറ്റിയിൽ എഫക്റ്റ് ഉണ്ടാകും. ഏജ് കുറവാണെങ്കിൽ എംബ്രിയോ ക്വാളിറ്റി നല്ലതായിരിക്കും. ഇനിയും ഏജ് കൂടുതലാണെങ്കിൽ ചില കേസസിലൊക്കെ എംബ്രിയോ ഗ്രേഡ് നല്ലതായിരിക്കില്ല. നെക്സ്റ്റ് ആണ് ഒവേറിയൻ റിസർവ്.
സ്ത്രീകളിൽ ടോട്ടൽ എഗ് കൗണ്ട് കുറവാണെങ്കിൽ അപ്പോൾ എഗ്ഗിന്റെ പോൾ ചെറുതായിരിക്കും, അപ്പോൾ എംബ്രിയോസും ഒബ്വിയസ്ലി കുറവായിരിക്കും. അപ്പോൾ 3-4 എംബ്രിയോസ് കിട്ടിയത് പുവർ ക്വാളിറ്റി ആണെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻസ് ഒന്നും തന്നെ കാണില്ല. AMHന്റെ റിലേഷൻ എഗ്ഗിന്റെ ക്വാണ്ടിറ്റിയിലാണ് എഫക്ട് ചെയ്യുന്നത്, ക്വാളിറ്റിയിലല്ല. AMH കുറവാണെങ്കിൽ ടോട്ടൽ എഗ്ഗിന്റെ കൗണ്ട് കുറവായിരിക്കും. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് പേഷ്യൻസിന്റെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ, പ്രത്യേകിച്ച് എൻഡോമെട്രിയോസിസ്. എൻഡോമെട്രിയോസിസ് ഒരു കോമൺ ഡിസീസ് ആണ്. ഇത് എഫക്റ്റ് എംബ്രിയോ ക്വാളിറ്റിയിൽ ഡയറക്റ്റ് ആണ് ചെയ്യുന്നത്. എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾക്ക് എഗ്ഗിന്റെ ക്വാളിറ്റി നല്ലതല്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എംബ്രിയോ ക്വാളിറ്റിയും അത്ര ബെറ്റർ ആയിരിക്കില്ല. പക്ഷേ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് അബ്സല്യൂട്ട് ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകൾക്ക് എംബ്രിയോ ഗ്രേഡ് നല്ലത് കിട്ടുന്നവരുമുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കലി പുവർ ക്വാളിറ്റി എംബ്രിയോസ് കിട്ടാനുള്ള ചാൻസ് എൻഡോമെട്രിയോസിസ് ഉള്ള ആളുകളിൽ കൂടുതലാണ്. എന്നാലും 100% എംബ്രിയോ ക്വാളിറ്റി നല്ലതല്ല കിട്ടുന്നത് എന്നും പറയാനും പറ്റില്ല. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടായിരിക്കുമല്ലോ നമ്മൾ IVF ചെയ്യിക്കുന്നത്. എല്ലാം കറക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് നോർമലി കൺസീവ് ആകാൻ ചാൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ ടെൻഷൻ ആകേണ്ട കാര്യമില്ല. പേഷ്യന്റ് ഫാക്ടേഴ്സിൽ ചിലത് മോഡിഫയബിൾ ഫാക്ടേഴ്സ് ആണ്, ചിലത് നോൺ മോഡിഫയബിൾ ഫാക്ടേഴ്സ് ആണ്. ഏജ്, എൻഡോമെട്രിയോസിസ് ഇതൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എൻഡോമെട്രിയോസിസ് ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് സ്ട്രെസ് ആവേണ്ട കാര്യവുമില്ല. മൂന്നാമത്തെ മെയിൻ കാര്യമാണ് സ്പേം ഫാക്ടേഴ്സ്. ഇതിൽ സ്പേം DNA ഫ്രാഗ്മെന്റേഷൻ ആണ് മെയിൻ. ഫെർട്ടിലിറ്റി ഫീൽഡിൽ മെയിൻ ആയിട്ട് സ്ത്രീകളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ എംബ്രിയോ ക്വാളിറ്റി എന്ന് പറയുന്നത് 50-50 ആണ്. 50% കോൺട്രിബ്യൂഷൻ എഗ്ഗിന്റെ ആണെങ്കിൽ 50% കോൺട്രിബ്യൂഷൻ സ്പേംസിന്റെ തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസിൽ സ്പേംസിന്റെ അകത്തെ DNA ഫ്രാഗ്മെന്റേഷൻ കൂടുതലാണെങ്കിൽ എംബ്രിയോയുടെ ക്വാളിറ്റി പുവർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ സ്മോക്കേഴ്സ്, ടൊബാക്കോ യൂസ് ചെയ്യുന്ന മെയിൽസ്, വേറെ ഓക്സിഡേറ്റീവ് കെമിക്കൽ എക്സ്പോഷർ ഉള്ള മെയിൽസ് ഒക്കെ ഇത് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ IVF ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാവൂ. IVF ട്രീറ്റ്മെന്റ് ടൈം ആന്റി ഓക്സിഡൻസ് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ സ്പേം ക്വാളിറ്റി ബെറ്റർ ആകും. ഒബ്വിയസ്ലി അപ്പോൾ എംബ്രിയോ ക്വാളിറ്റിയും ബെറ്റർ ആകും, IVF പോസിറ്റീവ് ആകും. നെക്സ്റ്റ് ആണ് ട്രീറ്റ്മെന്റ് റിലേറ്റഡ് ഫാക്ടർ. അതിൽ 2 മെയിൻ ഫാക്ടേഴ്സ് ഉണ്ട്. ആദ്യത്തേതാണ് സ്റ്റിമുലേഷൻ. സ്റ്റിമുലേഷൻ എന്ന് പറയുന്ന പാർട്ടിൽ ഡെയിലി ഇഞ്ചെക്ഷൻസ് തരും. അതുമൂലം ഫോളിക്കിൾ ഡെവലപ്പ് ആകും. ഈ ഫോളിക്കിൾസിൽ നിന്നാണ് എഗ്ഗിനെ നമ്മൾ വെളിയിലെടുക്കുന്നത്. ഈ ഒരു പ്രോസസ്സിൽ യൂസ് ചെയ്യുന്ന ഇഞ്ചെക്ഷൻസിന്റെ ക്വാളിറ്റി ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ് എഗ്ഗിന്റെയും എംബ്രിയോയുടെയും ക്വാളിറ്റിയിൽ. ചിലപ്പോൾ ചില യൂറിനറി ഇഞ്ചെക്ഷൻസിൽ യൂറിനറി പ്രോട്ടീൻസിന്റെ അളവ് കുറവും കൂടുതലും ആവാം. ഡ്രഗ് പൊട്ടൻസി കൂടുതലും കുറവും ആകാം. അതാണ് പാച്ച് ടു പാച്ച് വേരിയബിലിറ്റി. ഇത് ടോട്ടലി സ്റ്റിമുലേഷൻ ഫാക്ടർ ആണ്. നിങ്ങളുടെ പ്രീവിയസ് സൈക്കിളിൽ എഗ്ഗിന്റെ ക്വാളിറ്റിയും എംബ്രിയോ ക്വാളിറ്റിയും പുവർ ആണെങ്കിൽ നെക്സ്റ്റ് സൈക്കിളിൽ റീകോമിനന്റ് FSH അല്ലെങ്കിൽ ബെറ്റർ പ്യൂരിഫൈഡ് പ്രിപ്പറേഷൻ യൂസ് ചെയ്യുക. അത് ഡ്രഗിന്റെ എഫക്റ്റ് ആണെങ്കിൽ ഈ തവണ അങ്ങനെ ഉണ്ടാവില്ല. നെക്സ്റ്റ് മെയിൻ ആയിട്ടുള്ള ഫാക്ടറാണ് ലാബ് കൾച്ചർ കണ്ടീഷൻ. IVFന്റെ പ്രോസസ് ഇഞ്ചെക്ഷൻ, സോണോഗ്രാഫി ഒക്കെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണെന്നാണ് എല്ലാവരുടെയും ഒരു ധാരണ. പക്ഷേ IVFന്റെ ഒരു ആത്മാവ് എന്ന് പറയുന്നത് IVF ലാബ് തന്നെയാണ്. IVF ലാബിന്റെ ക്വാളിറ്റി എന്താണെന്ന് സാധാരണ ഒരാൾക്ക് മനസ്സിലാവണമെന്നില്ല. അവർക്ക് അത് ജഡ്ജും ചെയ്യാൻ പറ്റില്ല. IVF ലാബിന്റെ ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഗ്യാസിന്റെ ലെവൽ, pH ലെവൽ ഇതൊക്കെ അക്യുറേറ്റ് ആയിരിക്കണം. ഒരുപാട് കെയർഫുൾ ആയിട്ടായിരിക്കണം IVF ലാബിന്റെ ഈ കാര്യങ്ങളൊക്കെ മോണിറ്റർ ചെയ്യാൻ. അമ്മയുടെ ഗർഭപാത്രത്തിന്റെ അതേ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം IVF ലാബിന്. ഈ എംബ്രിയോ എന്തെങ്കിലും സ്ട്രെസ്സിലാണെങ്കിൽ, അതായത് ടെമ്പറേച്ചർ, pH ഒക്കെ ചേഞ്ച് ആയാൽ, കൾച്ചർ മീഡിയയുടെ ഓസ്മോലാരിറ്റിയിൽ ചേഞ്ചസ് ഉണ്ടായാൽ ഒക്കെ എംബ്രിയോയുടെ ക്വാളിറ്റി പുവർ ആകും. എംബ്രിയോയുടെ അകത്ത് ടോക്സിൻസിനെ വെളിയിലെടുക്കാൻ ലിവറും കിഡ്നിയും ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ലാബിൽ വോൾട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്, പാർട്ടിക്കിൾ കൗണ്ട് കൂടുതൽ ആണെങ്കിൽ അപ്പോൾ ഇങ്ങനത്തെ ലാബിലും ഫ്രാഗ്മെന്റഡ് പുവർ ക്വാളിറ്റി എംബ്രിയോസ് ഫോം ആകും. ഈ ഫാക്ടേഴ്സ്, സ്റ്റിമുലേഷനും ലാബും ഇത് ഫുള്ളി ഡോക്ടേഴ്സിന്റെയും ക്ലിനിക്കിന്റെയും കയ്യിലാണ്. അതുകൊണ്ടാണ് IVF ക്ലിനിക് തിരഞ്ഞെടുക്കുന്നത് വളരെ ശ്രദ്ധയോടെ വേണമെന്ന് പറയുന്നത്. ലാസ്റ്റ് ആയിട്ടുള്ള റീസൺ ആണ് അൺനോൺ ഫാക്ടർ. എംബ്രിയോ ഗ്രേഡിംഗ്, എംബ്രിയോ ക്വാളിറ്റി ഇതൊക്കെ നമ്മളുടെ സ്റ്റഡീസ് ഇപ്പോൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇപ്പോഴും ഇത് ബേസ് ചെയ്ത് ഒരുപാട് സ്റ്റഡീസ് നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പാരാമീറ്റേഴ്സ്, ഒരുപാട് ഫാക്ടേഴ്സ് എംബ്രിയോടെ കാണപ്പെടുന്നുണ്ട്. ടൈം ലാപ്സ് ഇമേജിംഗ്, അതായത് എംബ്രിയോനെ ഒരു പ്രാവശ്യം ചെക്ക് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ആകുന്നത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരാളെ മനസ്സിലാക്കാൻ ഒരു പ്രാവശ്യം കൊണ്ട് കഴിയില്ല. 2-3 തവണ ആ വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോൾ ആയിരിക്കും ആ വ്യക്തിയെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. ഇതേ ലോജിക്കിൽ തന്നെയാണ് ടൈം ലാബ് സിസ്റ്റം കണ്ടുപിടിച്ചിരിക്കുന്നത്. എംബ്രിയോനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കുമ്പോൾ ആ എംബ്രിയോയുടെ ക്വാളിറ്റിയെ പറ്റി നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ വരെയുള്ള സ്റ്റഡീസിൽ പറയുന്നത് ടൈം ലാബ്സ് ഇമേജിംഗ് കൂടുതൽ ഡിഫറൻസ് ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. അടുത്തതാണ് എംബ്രിയോയുടെ മെറ്റാബോളിസം.
എംബ്രിയോയുടെ കൾച്ചർ മീഡിയ അതിൻ്റെ അനലൈസിസ്, എംബ്രിയോയുടെ DNA അനലൈസിസ് അതായത് PGT, കൂടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നിക് അതായത് നോൺ ഇൻവേസീവ് PGT. എംബ്രിയോയുടെ കുറച്ച് DNA കൾച്ചറിൽ വിട്ടത് അതിൻ്റെ അനലൈസിസ് ചെയ്യുമ്പോൾ എംബ്രിയോയുടെ ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. മുന്നോട്ട് പോകുമ്പോൾ എംബ്രിയോനെ അസസ് ചെയ്യാനായിട്ട് ഒരുപാട് ടെക്നിക്സ് അവൈലബിൾ ആകും. ഇപ്പോഴത്തെ ടെക്നിക്കിൽ പുവർ ഗ്രേഡ് എംബ്രിയോ എന്തുകൊണ്ടാണ് ഫോം ആകുന്നത് എന്ന് ഈ വീഡിയോ കണ്ടതിലൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ക്ലിയർ ആയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.